ഏറെ കാലത്തിന് ശേഷം ഞാൻ മൂവി സജഷൻസുമായി എത്തുന്ന മഹത്തായ സുദിനം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വീണ്ടും നമ്മുടെ ഫേവറേറ്റ് ജോണറായ ത്രില്ലേഴ്സിലേക്ക് ഒന്ന് തിരിച്ചുപോയി 5 മൂവീസ് നിങ്ങൾക്കായി റെക്കമെൻഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. മുമ്പ് 2 വീഡിയോസിലായി 10 മികച്ച തമിഴ് ത്രില്ലർ ചിത്രങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് അതിന്റെ ഒരു തേർഡ് പാർട്ടായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമോൺ. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്ന മൂവീസ് എല്ലാം തന്നെ 2018-നും 2023-നും ഇടയ്ക്കുള്ളവയാണ്. സോ കമ്പാരിറ്റീവ്ലി പുതിയ മൂവീസ് ആണ്. ഓരോന്നും മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന തീംസിലുള്ള മൂവീസ് തന്നെയാണ്. നമുക്കപ്പോൾ ഓരോ മൂവിയും അവ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസ് നോക്കിപ്പോവാം. പതിവ് പോലെ 5th ഫിലിമിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമ തുടങ്ങുന്നത് ഒരു മൾട്ടി സ്റ്റോറിഡ് അപ്പാർട്ട്മെന്റ് ഏരിയൽ ഷോട്ട് കാണിച്ചുകൊണ്ടാണ്. ഒരു പെൺകുട്ടി ടെറസിൽ നിന്ന് വീഴുകയും ഓൺ ദ സ്പോട്ട് മരിക്കുകയും ചെയ്യുന്നു. വൈകാതെ തന്നെ കാളിദാസ് എന്ന ഡെഡിക്കേറ്റഡ് പോലീസ് ഓഫീസർ വഹിക്കുന്ന ഒരു ടീം ബോഡി എക്സാമിൻ ചെയ്യുകയും ഇതൊരു ആത്മഹത്യാ കേസായി കരുതുകയും ചെയ്യുന്നു. എന്നാൽ തുടർന്ന് സമാന രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആണെന്ന് മനസ്സിലാക്കുന്ന കാളിദാസ് കൂടുതൽ സമയം ഇതിനായി ചിലവഴിച്ച് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. തന്റെ ഒപ്പം തന്റെ ഭർത്താവ് ആവശ്യത്തിന് സമയം ചിലവഴിക്കുന്നില്ല എന്ന് ഇതിനോടകം പരാതിയുള്ള കാളിദാസിന്റെ ഭാര്യ വിദ്യയെ ഇത് കൂടുതൽ അപ്സെറ്റ് ആക്കുന്നു. കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ കാളിദാസിന്റെ സീനിയർ ഓഫീസറും ഇൻവെസ്റ്റിഗേഷനിൽ ചേരുന്നു. മരണങ്ങൾക്ക് ഇടയിലുള്ള ഒരു കോമൺ ലിങ്ക് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഇതിനിടയിൽ വിദ്യയും അവിടുത്തെ ഒരു പുതിയ താമസക്കാരനുമായുള്ള സൗഹൃദം വളരുകയും അയാളുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. കാളിദാസിന് കില്ലറിനെ പിടികൂടാനും അതേസമയം മുങ്ങിക്കൊണ്ടിരിക്കുന്ന തന്റെ വിവാഹ ജീവിതം രക്ഷിക്കാനും കഴിയുമോ എന്ന് ഇൻട്രസ്റ്റിംഗ് ആയി കാണിക്കുന്ന ചിത്രമാണ് ഭരത് ആൻഡ് ശീതൾ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കാളിദാസ് എന്ന 2019 ആക്ഷൻ ത്രില്ലർ ഫിലിം. ഒരു ഡെഡിക്കേറ്റഡും സ്ട്രെസ്ഡുമായ പോലീസ് ഓഫീസറിന്റെ റോൾ നന്നായി അവതരിപ്പിച്ചതിലൂടെ ഭരത്തിന് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാക്കാൻ സാധിച്ചിട്ടുള്ള സിനിമയാണ് കാളിദാസ്. ഒരു ഡെബ്യൂട്ടന്റ് എന്ന നിലയിൽ ആൻഡ് ശീതളും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ സീനിയർ ഓഫീസറായി എത്തുന്ന സുരേഷ് മേനോന്റെ പെർഫോമൻസും നോട്ടബിൾ ആണ്. അധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതും മെയിൻ പ്ലോട്ടിൽ നിന്നും അധികം ഡീവിയേഷൻസ് വരാതെ സംഭവങ്ങൾ കാണിക്കുന്നതുമാണ് സിനിമയുടെ പ്രധാന പോസിറ്റീവ്സ് എന്ന് പറയാം. നല്ലൊരു ട്വിസ്റ്റ് കൂടെ ഉൾപ്പെടുന്ന ചിത്രം VI മൂവീസ്, മനോരമ മാക്സ് എന്നീ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. നമുക്കിനി 4th മൂവി നോക്കാം. തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് തന്റെ ജീവിതം തനിച്ച് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവാണ് ആദി. തന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഉപദേശങ്ങളൊന്നും അയാൾ ചെവികൊള്ളുന്നില്ല. അയാളുടെ സഹോദരി ഒരു സീരിയസ് ഡൈജസ്റ്റീവ് ഡിസീസ് പേഷ്യന്റ് ആണ്. ചികിത്സയ്ക്ക് ഏകദേശം 40 ലക്ഷം രൂപ വേണ്ടിവരും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മറുവശത്ത് മൈത്രേയൻ എന്നൊരു പോലീസ് ഓഫീസർ ചില പേഴ്സണൽ റീസൺസ് കാരണം അഴിമതികളിൽ ഏർപ്പെടുന്നു. അയാൾക്ക് അധികം എഫേർട്സ് ഇടാതെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കണം. അതിനായി ഒരു പ്രത്യേക അവസരത്തിൽ ആദിയെ അയാൾ ഒരു കരുവായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. തന്റെ സഹോദരിയുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ആദി മൈത്രേയനോട് സഹകരിക്കുന്നു. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു വിഗ്രഹം കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാൻ അവർ തയ്യാറെടുക്കുന്നു. ഈ യാത്രയിൽ അവർ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു? അവരിരുവരും എങ്ങനെ കണ്ടുമുട്ടി? വിഗ്രഹം എങ്ങനെ അവരുടെ കൈകളിലെത്തി? പണത്തിനായുള്ള അവരുടെ ശ്രമങ്ങൾ വിജയിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി കാണേണ്ട ചിത്രമാണ് 2023 പുറത്തിറങ്ങിയ പരമ്പൊരുൾ എന്ന ആക്ഷൻ ത്രില്ലർ ഫിലിം. ശരത് കുമാർ, അമിതാഷ് പ്രധാൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്ന ചിത്രം ഡ്യൂറേഷൻ ഒരല്പം കൂടിപ്പോയതായും സ്ക്രീൻ പ്ലേ ഒരല്പം കൂടി ശ്രദ്ധ വേണ്ടിയിരുന്നതായും ചിത്രത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ തോന്നിയേക്കാമെങ്കിലും മികച്ച പെർഫോമൻസുകളുടെയും ട്വിസ്റ്റിന്റെയും സഹായത്തോടെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയട്ടെ, സിനിമയുടെ ഏതാണ്ട് ഇന്റർവെൽ സീക്വൻസ് മുതൽ ക്ലൈമാക്സ് വരെയുള്ള സ്റ്റോറി ലൈനും ട്വിസ്റ്റുകളും മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രസകരമായ കോമഡി സിനിമയെ വളരെയധികം ഓർമ്മിപ്പിക്കുന്നതായാണ് തോന്നിയത്. നിങ്ങളും ചിത്രം കണ്ട ശേഷം അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ചിത്രത്തിന്റെ പേര് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പരമ്പൊരുൾ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്. നമുക്കിനി 3rd മൂവി നോക്കാം. 1990s ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. കോയമ്പത്തൂർ ജില്ലയിലെ പോത്തന്നൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ആണ് വെങ്കട്ടരാമൻ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ മകൻ പ്രവീൺ തന്റെ അമേരിക്കയിലെ ജോലി മതിയാക്കി നാട്ടിൽ വന്ന് ഒരു ബിസിനസ് ആരംഭിക്കാൻ ബാങ്കുകളിൽ നിന്ന് ഒരു ലോൺ നേടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ആളുകൾ പോസ്റ്റ് ഓഫീസുകളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ സെക്യൂരിറ്റി റീസൺസ് കാരണം പോത്തന്നൂർ പോസ്റ്റ് ഓഫീസിൽ വരുന്നവരുടെ പണം അടുത്തുള്ള ബാങ്കിൽ സൂക്ഷിക്കുന്ന രീതിയാണ് പതിവ്. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പാലിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം പോത്തന്നൂർ പോസ്റ്റ് ഓഫീസിൽ കുറച്ചധികം പണം എത്തുന്നു. എന്നാൽ ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അവർ മറക്കുന്നു. പിന്നീടുള്ള ചില സാഹചര്യങ്ങളിലൂടെ ആ പണം മോഷ്ടിക്കപ്പെടുന്നു. ആരാണ് ഈ പണം മോഷ്ടിച്ചത്? അവർ എങ്ങനെയാണ് അത് ചെയ്തത്? തന്റെ അച്ഛന്റെ ഉത്തരവാദിത്തത്തിലുള്ള ഈ മോഷ്ടിക്കപ്പെട്ട പണം അടുത്ത 36 മണിക്കൂർ കൊണ്ട് കണ്ടെത്താനുള്ള പ്രവീണിന്റെ ശ്രമങ്ങൾ തുടങ്ങിയവയാണ് 2022 പുറത്തിറങ്ങിയ പോത്തന്നൂർ തപാൽ നിലയം എന്ന ഹൈസ്റ്റ് ത്രില്ലർ ഡ്രാമയിൽ നമ്മൾ കാണുന്നത്.
ചിത്രം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന പ്രവീൺ വെങ്കട്രാമൻ തന്നെയാണ് അതേ പേരിലുള്ള കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ ദൈർഘ്യം മാത്രമുള്ള വളരെ മികച്ച റേറ്റിംഗ് ഉള്ള ചിത്രത്തിന്റെ ആർട്ട് വർക്കും 90s കാലഘട്ടങ്ങളെ പരമാവധി ഒതന്റിക് ആയി തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന രീതികളുമാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്സ്. അമച്വർ ആക്ടിംഗ്, പിന്നെ ഷോർട്ട് ഫിലിം ടൈപ്പ് എഡിറ്റിംഗ് എന്നിവ ഒരു ഡ്രോബാക്കായി വേണമെങ്കിൽ പറയാമെങ്കിലും വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച മികച്ച കോണ്ടന്റും വ്യത്യസ്തവും ഫോക്കസ്ഡുമായ മേക്കിംഗ് കൊണ്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായി മാറുന്നുണ്ട് പോത്തന്നൂർ തപാൽ നിലയം. തമിഴ് ചിത്രങ്ങൾ കൂടുതലായി സ്ട്രീം ചെയ്യുന്ന ആഹ എന്ന പ്ലാറ്റ്ഫോമിൽ ചിത്രം കാണാവുന്നതാണ്. അപ്പൊ നമുക്കിനി സെക്കൻഡ് മൂവിയിലേക്ക് പോയാലോ. സബ് ഇൻസ്പെക്ടർ ട്രെയിനിയായ വരദയ്ക്ക് 16 വർഷം മുൻപ് ഒരു ഹിൽസൈഡ് റിസോർട്ടിൽ വെച്ച് നടന്ന ഒരു ഹണിമൂൺ കപ്പിളിന്റെ ക്രൂരമായ കൊലപാതകവും മോഷണവും സംബന്ധിച്ച് തെളിയിക്കപ്പെടാത്ത കേസ് തന്റെ ട്രെയിനിങ് അസൈൻമെന്റ് ആയി തിരഞ്ഞെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. അസൈൻമെന്റ് മുന്നോട്ട് പോകുന്നതിനിടെ അയാൾ ശ്രദ്ധിക്കുന്ന ചില ലീഡ്സ് അയാളെ സസ്പെക്ട്സിനോട് കൂടുതൽ അടുത്തെത്തിക്കുന്നു. മറ്റൊരു സബ് ഇൻസ്പെക്ടറായ പവിത്രയുടെ സഹായത്തോടെ ഈ നിഗൂഢമായ കേസിന്റെ കുരുക്കുകൾ അഴിക്കാൻ അവൻ ശ്രമിക്കുന്നു. ഇതിനിടെ ഒരു രാത്രി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരദയുടെ കാർ മോഷണം പോകുന്നു. ഈ സംഭവങ്ങൾക്ക് പാരലായി ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ലാസ്റ്റ് ബസ്സിലെ യാത്രക്കാരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. വരദ അന്വേഷിക്കുന്ന കേസിനും ബസ്സിലെ യാത്രക്കാർക്കും തമ്മിൽ എന്താണ് റിലേഷൻ? ഈ സംഭവങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ തേടിയുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെ പുരോഗമിക്കുന്ന ചിത്രമാണ് 2022 എത്തിയ ഡയറി എന്ന സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ ഫിലിം. അരുൾനിധി എന്ന നടനാണ് ഡയറിയിൽ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആംഗിളിൽ തുടങ്ങി ഡെസ്റ്റിനി, ഇമോഷണൽ ലോസ്, സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് എന്നീ ഏരിയാസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മികച്ചൊരു ഇമോഷണൽ കോഷ്യന്റെ സഹായത്തോടെ വർക്ക് ആകുന്ന ക്ലൈമാക്സ് സീക്വൻസിലൂടെ നമ്മുടെ സംശയങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയിൽ തന്നെ ഉത്തരം തരുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. മികച്ച സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നിവയുടെ പിൻബലത്തോടെ മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാവുന്ന ഡയറി മുൻപ് പറഞ്ഞ ആഹ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കും എന്ന് കരുതുന്നു. നമുക്കിനി ഇന്നത്തെ ഒന്നാമത്തെ ചിത്രം കൂടി നോക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു ടാക്സി ഡ്രൈവറായ ഭരത്തിനെ പോലീസ് ഒരു കേസിൽ മൊഴിയെടുക്കാൻ സ്റ്റേഷനിൽ എത്തിക്കുന്നിടത്ത് നിന്നാണ്. അതേസമയം അതേ സ്റ്റേഷനിൽ തന്നെ പോലീസ് ഒരു മർഡർ കേസ് ഇൻവെസ്റ്റിഗേഷന്റെ തിരക്കിലാണ്. പിന്നീട് ചിത്രം ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. അവിടെ നമ്മൾ ഭരത്തിന് ഒരു നഴ്സായ സുശീലയോടുള്ള പ്രണയവും അവരുടെ റിലേഷൻഷിപ്പും കാണുന്നു. അതിനിടയിൽ ഒരു ദിവസം രാത്രിയിൽ സുശീല ഒരു പ്രശ്നത്തിൽ പെടുകയും കാണാൻ മാന്യനും സുന്ദരനുമായ ഒരു വ്യക്തി കൃത്യസമയത്ത് അവിടെ എത്തി അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഭരത്തും സുശീലയും ചേർന്ന ഒരവസരത്തിൽ അവർക്ക് പരിചയമുള്ള ഒരു യുവതിയെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കുന്നതിനിടെ ഒരു ബ്ലാക്ക് മെയിലിംഗ് സംഘത്തെ പറ്റി അറിയുന്നു. അവരെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ഇറങ്ങുന്ന ഭരത്തും കൂടുതൽ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് പെടുകയും ഒരു മർഡർ സസ്പെക്ട് ആവുന്നിടം വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. മുൻപ് നമ്മൾ കണ്ട ആ മാന്യനായ വ്യക്തിയും മറ്റൊരു റിട്ടയർഡ് ബിസിനസ്സുകാരനും ഒക്കെ ഈ നടക്കുന്ന കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ സത്യങ്ങൾ? ആരാണ് ഭരത്തിനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നത്? ആരാണ് ശരിക്കുള്ള കൊലയാളി? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇരവുക്ക് 1000 കണ്ണുകൾ എന്ന 2018 ആക്ഷൻ ത്രില്ലർ ഫിലിമിൽ കാണാൻ കഴിയുക. വിവിധ POVs അഥവാ പോയിന്റ് ഓഫ് വ്യൂസിലൂടെ സംഭവങ്ങളെ കാണിക്കുന്ന രീതി, അതിൽ തന്നെ ചിലത് റിവേഴ്സ് ക്രോണോളജിക്കൽ പാറ്റേണിൽ, കൂടാതെ ആദ്യാവസാനം മിസ്റ്ററി നിലനിർത്തി തയ്യാറാക്കിയിട്ടുള്ള സ്ക്രീൻ പ്ലേ, പിന്നെ ആളുകളെ ഹുക്ഡാക്കിയും കിളി പറത്തിയും എത്തി നിൽക്കുന്ന ക്ലൈമാക്സ് പഞ്ച്, ഇതിനെല്ലാം പുറമെ നായകനായ അരുൾനിധി ഉൾപ്പെടെയുള്ള കാസ്റ്റിന്റെ ശക്തമായ പ്രകടനം എന്നീ ഫാക്ടേഴ്സ് കൊണ്ട് അടുത്തിടെ ഇറങ്ങിയ മികച്ച തമിഴ് ത്രില്ലർ ചിത്രങ്ങളിൽ മുൻപന്തിയിൽ വെക്കാവുന്ന ചിത്രം തന്നെയാണ് ഇരവുക്ക് 1000 കണ്ണുകൾ. തീർച്ചയായും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഈ മൂവി സൺനെക്സ്റ്റ് പ്ലാറ്റ്ഫോമിൽ കാണാവുന്നതാണ്. കൂടാതെ യൂട്യൂബിൽ തന്നെ മലയാളം ഡബ്ഡ് വേർഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്ത ഫിലിംസിൽ നിന്നും ഒത്തിരി ഡിഫറെന്റ് ആയ തീംസും പ്രസന്റേഷൻസും ഉള്ളവയാണ്. മേൽ പറഞ്ഞ OTT പ്ലാറ്റ്ഫോംസിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ കാണാൻ ശ്രമിക്കും എന്ന് കരുതുന്നു. ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെയും ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എൻകറേജ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.